പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതലും വ്യാപന ശേഷിയുള്ള ഒരു മതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഏത് നിയമസംഹിതകൾ എടുത്താലും, മറ്റുള്ള ഏത് മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എടുത്താലും അതിനേക്കാളും ഒരു പടി മുന്നിലാണ് പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിന്റെ വ്യാപന ശേഷി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നതായി നാം ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിൽ അതിശയോക്തിയൊന്നുമില്ല. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന പഠനങ്ങൾ, അവിടുന്ന് അറിയിച്ചു തന്നതായ ഹദീസുകൾ, അവിടുത്തെ ജീവിതം തന്നെ 1400 വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം പരിഹാരമാണ്. ഖുർആനെ കുറിച്ച്, ഹദീസിനെ കുറിച്ച്, റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രത്തിനെ കുറിച്ചെല്ലാം ആളുകൾ എന്തുകൊണ്ടാണ് പഠിക്കുന്നത്? ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരുകയാണ്. ഈ സമകാലികത്തിൽ നടക്കുന്ന ഏതൊക്കെ തന്നെ പ്രശ്നങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലും അതിന്റെ പരിഹാരം റസൂൽ തങ്ങൾ കാണിച്ചു തരുകയാണ്. എന്തെന്നറിയുമോ? ഈ കാലഘട്ടത്തിൽ ഈ മലയാളക്കരയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമില്ലേ പ്രിയമുള്ളവരെ? ഹേമ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്ന ആ ഒരു സംഭവ വികാസം ലോകത്തിന്റെ എന്നല്ല, കേരളത്തിന്റെ എന്നല്ല പ്രിയമുള്ളവരെ, പല തലങ്ങളിലും ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല സൂപ്പർ സ്റ്റാറുകളും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതായ പ്രശ്നമാണല്ലോ. ഏത് തലങ്ങളിലേക്ക് സ്ത്രീകൾ കടന്നു ചെന്നാലും ചൂഷണം ചെയ്യപ്പെടുന്നതായ സാഹചര്യം, അവരെ മാറ്റി നിർത്തുന്നതായ സാഹചര്യം, അവരുടെ ശാരീരികമായും മാനസികവുമായുള്ള ദൗർബല്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ പീഡിപ്പിക്കുന്ന, അവരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം എന്റെ പ്രിയമുള്ളവരെ പല മേഖലകൾ ഇന്ന് തത്തിക്കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചൂഷണം കടന്നു വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട മാർഗവും പരിഹാരവും നിർദ്ദേശവുമെല്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരികയാണ്. അവിടുന്ന് പറയുന്നു, ഒരു പെണ്ണ് അവള് പുറത്തിറങ്ങുകയാണെങ്കിൽ അവൾക്ക് മഹറമായ ആളുകളുടെ കൂടെ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അവളുടെ ഭർത്താവിന്റെ കൂടെ, അവളുടെ ഉപ്പയുടെ കൂടെ, അവളുടെ സഹോദരന്റെ കൂടെ, വിവാഹബന്ധം ഹറാമായ ആളുകളുടെ കൂടെ അല്ലാതെ ഒരു പെണ്ണും പുറത്തിറങ്ങാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാം അവിടുന്ന് പഠിപ്പിച്ചു തരുന്നതായി കാണാൻ സാധിക്കുകയാണ്. മാത്രമല്ല എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു പെണ്ണ് ഇനി ഈ മഹറമുകളില്ലാതെ പുറത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യം കടന്നു വന്നാൽ പരിപൂർണമായും ഹിജാബോട് കൂടിയായിരിക്കണം ഈ പെണ്ണ് പുറത്തേക്ക് കടന്നു വരേണ്ടത്. അവരുടെ മുഖമക്കനെ താത്തിട്ടോ, ശരീരത്തിന്റെ വടിവ് കാണാത്ത രൂപത്തിലുള്ള വസ്ത്രവിധാനങ്ങൾ അണിഞ്ഞോ, എന്നിട്ട് നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ പുറത്തു പോക്കോ. അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിന്റെ നിയമസംഹിതയാണിത്. ഈ പ്രശ്നത്തിനും 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിഹാരം കാണിച്ചു തരുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കണം, ഇന്ന് ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതമായി ഇന്ന് പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം തന്നെ ഇതാണ്. ഏത് പ്രശ്നം വന്നാലും ഹബീബായ പ്രവാചകന്റെ ജീവിതത്തിൽ അതിനൊരു പരിഹാരമുണ്ട് എന്ന് തത്വചിന്തകന്മാര് പോലും അവിടുന്ന് ഇപ്പോൾ സമർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദീനുൽ ഇസ്ലാം ഏത് തരത്തിൽ ചെന്നാലും പ്രിയമുള്ളവരെ ധാർമ്മികപരമാകുന്ന രൂപത്തിലുള്ള ഇടപെടലുകളാണ് അവിടുന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ വലിയ ശാസ്ത്രജ്ഞന്മാരുള്ള, വലിയ തത്വചിന്തകന്മാരുള്ള, വലിയ എഴുത്തുകാരുള്ള, വായനക്കാരുള്ള വലിയ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്നിട്ട് അവർ തീരുമാനമെടുത്തു, ഇസ്ലാമിന്റെ വ്യാപനം അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇസ്ലാമിന്റെ വളർച്ച നാം ഓരോരുത്തർക്കും അസൂയുണ്ടെന്നറിയാം. എന്നാലും ഇസ്ലാം ഇങ്ങനെയുള്ള ഈ വളർച്ചയാണ് ഈ ലോകത്ത് കാഴ്ചവെക്കുന്നതെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ മുസ്ലിമീങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് ഒരു തടയിടണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്.
അതിൽ പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞു, നമുക്ക് ഇസ്ലാമിന്റെ ഈ ഗ്രോത്തിങ്ങിൽ വ്യാപനത്തിൽ തടയിടണമെങ്കിൽ ഒരേ ഒരു കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇസ്ലാമിന്റെ വ്യാപന കർത്താവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വന്ന ഫാൾട്ടുകൾ, അവിടുത്തെ തോൽവികൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇതൊക്കെ എടുത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അതിൽ ഏത് തലമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്നുള്ള ചർച്ച വന്നു. അപ്പൊ ഇസ്ലാമിന്റെ ഗ്രോത്തിങ് വ്യാപനം തടയാൻ വേണ്ടിയിട്ട് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വന്ന ഫാൾട്ടുകൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. യുദ്ധമുഖങ്ങളിൽ സ്വഹാബിമാരുമായിട്ടുള്ളതായ സംസാരങ്ങളിൽ, നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല ചർച്ചകൾ വന്നു. അവസാനം ഐക്യകണ്ഠേന അവിടുന്ന് തീരുമാനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഫാൾട്ടുകളൊക്കെ വന്നു കാണുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ആളുകളെ കാണിച്ചിട്ട് ഇസ്ലാമിന്റെ ഈ വ്യാപനം ഗ്രോത്തിങ് നമുക്ക് തടയാം എന്നുള്ള അവസാന ഒരു തീരുമാനം ഇവിടുന്ന് കടന്നു വരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു പ്രിയമുള്ളവരെ, 70ഓളം വരുന്ന ആളുകൾ, 70ഓളം വരുന്നതായ ആളുകൾ ഹബീബായ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുടുംബപരമാകുന്ന മുഴുവൻ കാര്യങ്ങളും അവിടുന്ന് പരിശോധിക്കുകയാണ്. അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുകയാണ്. അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള വിവർത്തനത്തിന്റെ ഹദീസുകളും ഖുർആനിന്റെ ആയത്തുകളും എല്ലാം അവർ വായിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആരെക്കുറിച്ചാണ് അവര് ഇങ്ങനെ പരിശോധിക്കുന്നത്? ഏതൊരു മനുഷ്യനെ കുറിച്ചാണ് ഇങ്ങനെ പരിശോധിക്കുന്നത്? എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ കളവ് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമുക്കില്ലേ? ഏതെങ്കിലും വിജയം കിട്ടാൻ വേണ്ടി, ഏതെങ്കിലും സാമ്പത്തികമാകുന്ന ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കളവ് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ലേ? ഒരു കള്ളം പോലും ഒരു തമാശയ്ക്ക് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമാകുന്ന ജീവിതം അവര് പരിശോധിക്കുകയാണ്, ഇഴകീറി പരിശോധിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്കൊരായത്ത് ഓർമ്മ വരുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു പറയുകയാണ്, അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജനങ്ങളുടെ എണ്ണം സമകാലികത്തിൽ 700 കോടിയാണ്. 700 കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ ഭൗമലോകത്ത് പല പല വ്യത്യാസമുള്ള, പല പല വ്യതിരിക്തമാകുന്ന ചിന്തകളും മാനസികമാകുന്ന അവസ്ഥകളും സ്വഭാവങ്ങളും ചിന്തകളും സംസാരങ്ങളും എല്ലാം ഉള്ള 700 കോടി ജനങ്ങളുണ്ട്. നിലവിലുള്ള ഈ 700 കോടി ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലും ശ്രേഷ്ഠവാനാണ് മുഹമ്മദ് മുസ്തഫ എന്ന് ലോകത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ജഗന്നിയന്താവായ തമ്പുരാൻ അവിടുന്ന് പറയുകയാണ്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അത്രത്തോളം സ്വഭാവത്തിന്റെ മഹിമയുള്ള റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ രൂപത്തിലുള്ള ഫാൾട്ട് പോലും എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇനി നീ ഏതൊക്കെ തന്നെ ശാസ്ത്രജ്ഞനാണെങ്കിലും ശരി, ഏതൊക്കെ തന്നെ തത്വജ്ഞാനമുള്ള ആളാണെങ്കിലും ശരി, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ കളവ് നടന്നതായ, ചെറിയ തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാമല്ലോ വിവിധങ്ങളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ, എങ്ങനെയൊക്കെ പരിഹസിക്കാൻ പറ്റുമോ, അതിന്റെ അപ്പുറത്തേക്ക് പരിഹാസത്തിന്റെയും അശ്ലീലത്തിന്റെയും വാക്കുകൾ പറഞ്ഞ ആളുകളാണ് ഖുറൈശികൾ. ഈ ഖുറൈശികളുടെ അടുക്കൽ ഒരു രാജാവ് വന്ന് ചോദിച്ചു, റസൂല് തങ്ങള് അല്ലെങ്കിൽ നബിയാണെന്ന് പറഞ്ഞ മുഹമ്മദ് ഒരു വട്ടം പോലും കളവ് പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് രാജാവ് വന്ന് ഖുറൈശികളോട് ചോദിക്കുകയാണ്. ഖുറൈശികൾ പറഞ്ഞു, ഇല്ല ഇല്ല, മുഹമ്മദിന്റെ ആശയത്തോട് ഞങ്ങൾ ചേരുന്നില്ല, മുഹമ്മദിന്റെ പ്രവൃത്തിയോട് ഞങ്ങൾ ചേരുന്നില്ല, മുഹമ്മദിന്റെ ആ അർത്ഥതലങ്ങളോട് നിയമസംഹിതയോട് ഞങ്ങൾ ചേരുന്നില്ല. പക്ഷേ കളവിന് പോലും തമാശയ്ക്ക് പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് ഞാൻ പറഞ്ഞതിൽ അന്നത്തെ ഖുറൈശികൾ പറഞ്ഞ തമാശയ്ക്ക് പോലും കളവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നു വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഹബീബായ പ്രവാചകന്റെ കുടുംബ ജീവിതം നമ്മൾ നടന്ന് പരിശോധിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എത്ര തന്നെ ഇഴകീറി പരിശോധിച്ചിട്ടും ചെറിയ ഒരു തോൽവിയോ ചെറിയ ഒരു ഫാൾട്ടോ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 70ഓളം വരുന്ന ആളുകള് ഹബീബായ പ്രവാചകന്റെ കുടുംബജീവിതം പഠിക്കാൻ വേണ്ടി കടന്നുപോയപ്പോൾ ആ 70 പേരിൽ നിന്നും 27 പേര് പരിശുദ്ധമാകുന്ന ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് ഇസ്ലാമിന്റെ വിരോധം, ഇതാണ് ഇസ്ലാമിന്റെ വ്യാപനം. കാരണം വിമർശിക്കാൻ വേണ്ടിയാണ് ദീൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത്. പക്ഷേ അവസാനം ആ ദീൻ ഇസ്ലാമിലേക്കുള്ളതായ ചുവടുവെപ്പായി ആ പഠനം മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പിറന്നു വീണപ്പോഴേ മുസ്ലിമാണ്. നമ്മുടെ ഉമ്മയും ബാപ്പയും മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മുസ്ലിമായ ആളുകളാണ്. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അറിഞ്ഞു വരുന്ന ആളുകളുണ്ട്, അവർക്ക് കുറച്ച് ഈമാൻ കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം വളരെ വിശാലമായ രൂപത്തിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ ആയിഷ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൽ ഇടപെടുന്ന ഇടപെടലുകളെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് ഇടപെടുന്നത് വളരെയധികം മെച്ചമായ രൂപത്തിൽ തന്നെയാണ്, ഞങ്ങളോട് സംസാരിക്കുന്ന നല്ല രൂപത്തിൽ തന്നെയാണ്, ഞങ്ങളുള്ള ഇടപാടുകളെല്ലാം ഏറ്റവും ഹൈറിൽ തന്നെയാണ്. പക്ഷേ ആയിഷ ഒരു കാര്യം ഒന്ന് ചോദിക്കുകയാണ്, വീട്ടിന്റെ അകത്ത് ഹബീബായ പ്രവാചകന്റെ അവസ്ഥ എന്താണ്? ആളുകൾ കൂടിയിരിക്കുമ്പോൾ നല്ല റാഹത്തായിട്ടുള്ള സംസാരം ഇടപെടൽ എല്ലാമാണ്. പക്ഷെ വീട്ടിന്റെ അവസ്ഥ, വീട്ടിന്റെ ഉള്ളിലുള്ള ഭാര്യമാരുമായുള്ള ഇടപെടൽ അവസ്ഥകളൊന്നും ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി മറയുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിക്കുമ്പോൾ വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഹിജാബോട് കൂടിയിട്ട് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖുലുഖുഹു ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ സ്വഭാവം ഖുർആന് തുല്യമാണ്, ഖുർആനാണ്. പ്രിയമുള്ളവരെ, ഹബീബായ പ്രവാചകന്റെ ജീവിതവും സ്വഭാവവും എല്ലാം ഖുർആനാണ്. കാരണം എന്തെന്നറിയുമോ? ആയിഷ ഉമ്മ പറഞ്ഞത് നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണെന്ന് പറഞ്ഞതിന്റെ വിവക്ഷ, ഖുർആനിൽ നമുക്ക് സ്നേഹപ്രകടനങ്ങൾ കാണാം, ഖുർആൻ നമുക്ക് കഥകൾ കാണാം, ഖുർആൻ നമുക്ക് ചരിത്ര പശ്ചാത്തലങ്ങൾ കാണാം, ഖുർആൻ നമുക്ക് സന്തോഷ വാർത്തകൾ അറിയിക്കുന്നത് കാണാം, ഖുർആനിൽ അതുപോലെ തന്നെ നരകത്തെ കുറിച്ചുള്ള താക്കീതുകൾ എല്ലാം കാണാം. ഇതുപോലെ ഒരു സ്വഭാവമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുന്നു, താക്കീതുകാരനാകേണ്ട സമയത്ത് വളരെ ശക്തമായ രൂപത്തിലുള്ള താക്കീതുകൾ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള നല്ല പെരുമാറ്റത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദനിപ്പിക്കുന്ന വർത്തമാനം ഹബീബായ പ്രവാചകന്റെ നാവിൽ നിന്നും കടന്നു വന്നിട്ടില്ല. ആരുടെയും മനസ്സിനെയോ ശരീരത്തിനെയോ വേദനിപ്പിച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഒരു ദിവസം പറയുകയാണ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വർഗ്ഗത്തിൽ ഹിസാബില്ലാതെ കടക്കുന്ന ഒരു കൂട്ടരുണ്ട്, സ്വർഗ്ഗത്തിൽ ഹിസാബില്ലാതെ കടക്കുന്ന ഒരു കൂട്ടരുണ്ട്. പ്രിയമുള്ളവരെ, സൂര്യന്റെ താഴെ ചെരുപ്പുകളില്ലാതെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഉരുകി ഒലിക്കുന്നതായ ആ ഒരു സാഹചര്യത്തിൽ മഹ്ശറയിൽ കോടിക്കണക്കാന ആളുകൾ വിചാരണയിൽ കാത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യ ഉത്തരത്തിന് വിധേയമാകാതെ സ്വർഗ്ഗലോകത്തേക്ക് കടക്കുന്ന ഒരു വിഭാഗമുണ്ട്. പ്രിയമുള്ള സ്വഹാബ, ആരാണ് ആ വിഭാഗം എന്നറിയുമോ എന്ന് സ്വഹാബാക്കളോട് ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ അവിടുന്ന് ഒന്നടങ്കം പറയുകയാണ്, അല്ലാഹു വ റസൂലുഹു അഅലം,
അല്ലാഹുവിനും റസൂലുമാണ് ആ കാര്യം അറിയാവുന്നതെന്ന് പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ഹബീബായ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഖൽബിൽ ആരോടും ഒരു വെറുപ്പില്ലാത്ത, ആരോടും ശത്രുതയില്ലാത്ത ഒരു ഖൽബിന്റെ ഉടമയാണ് അദ്ദേഹം. ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിന്റെ ഉദ്യാനങ്ങളിലേക്ക് കടന്നു പോകുമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ആരോടും വെറുപ്പില്ലാത്ത, ആരോടും ശത്രുതയില്ലാത്ത ജീവിതം നയിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിന്റെ അകത്തെ അവസ്ഥ സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ എവിടെന്ന് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും തിരക്കുള്ള ആളാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ 10 മണിക്ക് ഓഫീസിൽ പോയി 4 മണിക്ക് തിരികെ വന്നിട്ട് വിശ്രമിക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. കാരണം 23 വർഷക്കാലം കൊണ്ട് ലോകത്താകമാനം പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചില്ലറ കാര്യമല്ല. കാരണം ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് അതിന്റെ മാധ്യമമായി, വസീലയായി, ഇടനിലക്കാരനായി എനിക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സംവിധാനം എനിക്ക് സജ്ജമാക്കാം. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ല. മറ്റുള്ള ആളുകളിലേക്ക് ഇസ്ലാം എത്തിക്കണമെങ്കിൽ ഒന്നുകിൽ കത്തെഴുതണം, അല്ലെങ്കിൽ ഒരു ദൂതനെ അയക്കണം. അങ്ങനെയുള്ള ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് ദുർഘടമായ പാതകൾ കടക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിന്ന് തിരിയാൻ ചിലപ്പോൾ സമയം കാണില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് 12 ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ളത്. ഈ ഭാര്യമാർക്ക് കൊടുക്കേണ്ടതായ ഒരു നിമിഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരുടെ അടുക്കൽ അസത്യമായ രൂപത്തിൽ നിന്നിട്ടില്ല. അധാർമിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു എന്ന് പരിശുദ്ധമാകുന്ന ഹദീസിന്റെ രേഖകൾ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഭാര്യമാരെ നമ്മൾ പുറത്തു കൊണ്ടുപോകും ഞായറാഴ്ച ദിവസങ്ങളിൽ. തങ്ങൾ കൊണ്ടുപോകും. യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഒരുപാട് നാടുകൾ കടന്നായിരിക്കും ചിലപ്പോൾ യുദ്ധത്തിനൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഞറുക്കിടും. ഏത് പെണ്ണാണ് ഇന്ന് വരുന്നത്, നാളെ ഏത് പെണ്ണാണ്, അങ്ങനെ ഓരോ ദിവസവും ഞറുക്കിട്ടുകൊണ്ട് ഞറുക്ക് വീഴുന്ന ആളിനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിലുള്ള ജോലികളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമായിരുന്നു. ചെരുപ്പ് തുന്നുന്ന ജോലി, വസ്ത്രം നെയ്യുന്ന ജോലി, കുട്ടികളെ കുളിപ്പിക്കുന്ന ജോലി, അതുപോലെ തന്നെ മറ്റുള്ള വീട്ടുജോലികളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു അടുക്കളയിൽ കയറി ഒരു പാത്രം കഴുകി വെച്ചു ഒന്നുമാവില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നേതാവല്ലേ. ആ നേതാവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക ഏതാണ്? പെണ്ണ് അടുക്കളയിൽ, ആണ് പുറത്ത് എന്ന ഒരു സമ്പ്രദായമല്ല. ആണിനും അടുക്കളയിൽ കേറാമെന്ന് കാണിച്ചു തന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുറത്തു കൊണ്ടുപോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ പരിപൂർണമായ ഹിജാബോട് കൂടിയിട്ടാണ് കൊണ്ടുപോയത്. ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ഉപയോഗിച്ചിരുന്നില്ല. ഭാര്യമാരുടെ ശരീരത്തിന്റെ വടിവോ ഭാര്യമാരുടെ അംഗലാവണ്യത്തിന്റെ അഴകോ ഒന്നും റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുപോകുന്ന ആ വഴിയിൽ, ആ യാത്രയിൽ പ്രകടമായിരുന്നില്ല. ആ യാത്രയിൽ പോലും നമുക്ക് മാതൃക കാണിച്ചു തരുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മൾ ഈ പറയുമ്പോൾ തന്നെ എത്ര വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുന്നു. കൂടെ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്കും അതിന്റെ പ്രതിഫലം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുറത്തു കൊണ്ടുപോകുമ്പോൾ പരിപൂർണമായും ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കണം സ്ത്രീകളെ പുറത്തു കൊണ്ടുപോകുക. അതായത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്നതാണ് നമ്മുടെ ഭാര്യമാർ. മറ്റുള്ള ആളുകൾക്ക് കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുവാനോ വേണ്ടിയിട്ടുള്ളതല്ല. പുറത്തു പോകുമ്പോൾ നല്ല ചമഞ്ഞൊരുങ്ങി നല്ല സുഗന്ധമെല്ലാം പൂശിയിട്ട് പെണ്ണുങ്ങൾ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ പെണ്ണിന് ഒരുങ്ങേണ്ടത് അവളുടെ ഭർത്താവിനടുത്താണ്. പുറത്തു പോകുന്ന സന്ദർഭത്തിൽ നല്ലതുപോലെ ഒരുങ്ങി വൃത്തിയായി സുഗന്ധമെല്ലാം പൂശി എങ്ങനെയെല്ലാം അഴക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം അഴക് വർദ്ധിപ്പിച്ചിട്ട് പുറത്തു പോകുന്ന കല്യാണത്തിന് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രിയതമൻ വീട്ടിലുള്ള സന്ദർഭത്തിൽ കുളിക്കാതെ അടുക്കളയിലെ വിയർപ്പും അഴുക്കുമായി ഈ പ്രിയതമന്റെ അടുക്കലേക്ക് പെണ്ണ് കടന്നു വരും. പ്രിയമുള്ളവരെ, ചെയ്യേണ്ടത് ചെയ്യുന്നില്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു. അതാണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ എങ്ങനെയാ പ്രിയമുള്ള സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാർക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നല്ല ഭാര്യയായി ജീവിക്കാൻ നാം ഓരോരുത്തർക്കും സഹോദരിമാർക്കും ഉമ്മമാർക്കും എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യമാരെ വിനോദത്തിന് വേണ്ടി പുറത്തു കൊണ്ടുപോകുന്നവരാണ് മുഹമ്മദ് മുസ്തഫ. അങ്കലാവണ്യങ്ങൾ കാണിക്കാതെ ഭാര്യയുടെ ആസ്വാദനങ്ങളും ഭാര്യയുടെ സന്തോഷങ്ങളും മുഖവിലക്കെടുക്കുന്നവരാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള നിബിധങ്ങൾ തന്നെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയുന്നു, ഇത്തഖില്ലാ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, അല്ലാഹുവിന്റെ അദാബിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഏത് നിമിഷം വേണമെങ്കിലും അല്ലാഹുവിന്റെ ആ അജല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അജലാകുന്നത് മരണമാണ്. അതുകൊണ്ട് നാളെ മഹ്ശറയിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞതിന്റെ പേരില് ചിലപ്പോൾ നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് ഇടമുണ്ടാകില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ പരിപൂർണമായും സൂക്ഷിച്ചേ നീ ജീവിക്കാവൂ എന്ന് ഓരോ ഭാര്യമാരോടും അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതായി ഹദീസിന്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകൾ ഭാര്യമാരുടെ മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാർ, ഭാര്യമാരുടെ മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാർ നമ്മുടെ സമകാലികത്ത് ഒരുപാട് തലപൊക്കി വരുന്നതായ ഒരു സാഹചര്യം. അതിനെതിരെ ശബ്ദിച്ചതായ പ്രഭാഷകന്മാരെയും ഉസ്താദന്മാരെയും എല്ലാം 1 മണിക്കൂറും 2 മണിക്കൂറും വരുന്ന ദൈർഘ്യത്തിലുള്ള വീഡിയോകൾ ഇട്ടുകൊണ്ട് അധിക്ഷേപിക്കുന്ന, ആക്ഷേപിക്കുന്ന, ചീത്ത പറയുന്ന രംഗങ്ങൾ പോലും സമകാലികത്തിൽ ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഭാര്യമാരെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതായ ഏറ്റവും വലിയ കരാറാണ്. ആ കരാറിനെ ലംഘിക്കുന്നവൻ അല്ലാഹുവിന്റെ കരാറിനെ ലംഘിച്ചവനാണ്. അല്ലാഹുവിന്റെ ആ ഏറ്റവും വലിയ കരാറിനെ ലംഘിച്ചവനാണ്. ഭാര്യമാരെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കി തന്ന, നമുക്ക് മാത്രം ഹലാലാക്കി തന്ന പെണ്ണാണ്. അവരുടെ മുഖം നീ യൂട്യൂബിന്റെയോ മറ്റുള്ള സോഷ്യൽ മീഡിയകളെയോ പ്ലാറ്റ്ഫോമിൽ ഇട്ടുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് കാണിക്കുന്നു. അവര് തരുന്ന ലൈക്കിന്റെ പൈസ, അവര് തരുന്ന കമന്റിന്റെ പൈസ, അവര് തരുന്നതായ വ്യൂസിന്റെ പൈസ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണെങ്കിൽ അല്ലാഹുവുമായി നീ ഏർപ്പെട്ട കരാറിന് എത്രത്തോളം ഉത്തരവാദിത്വവും വിലയും നീ കൊടുക്കുന്നതെന്ന് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നല്ല ദീനുള്ള വീട്ടിൽ നിന്നും നിന്റെ കൈപിടിച്ചുകൊണ്ട് ഇറങ്ങി വന്ന പെണ്ണാട് വളരെയധികം പ്രയാസങ്ങളും ദുഃഖങ്ങളും നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രിയപ്പെട്ട പെണ്ണിനോട് നീ പറയുകയാണ്, മോളെ നീ വലിയ വല്ലാത്ത സൗന്ദര്യവതിയാണല്ലോ, നിന്റെ മുഖകമലങ്ങൾ വല്ലാത്ത സൗന്ദര്യം തുളുമ്പുന്നതാണല്ലോ. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്താ?
നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്താ, നമ്മൾ അഭിനയിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്നതായ ടോക്സുകൾ, നമ്മളുടെ ജീവിതത്തിലുള്ളതായ ചിലവഴിക്കുന്ന മേഖലകൾ, നമ്മുടെ അടുക്കള കാര്യങ്ങൾ, നമ്മുടെ മണിയറ രഹസ്യങ്ങൾ വരെ അതിലേക്ക് നമ്മൾ പകർത്തിയെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പ്രസരിപ്പിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ചില്ലറയല്ല എന്ന് ആ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്. ഭാര്യ പറയും, ഇല്ല, അല്ലാഹുവാണ് സത്യം, ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ കൂട്ടു നിൽക്കില്ല. കാരണം എന്തെന്നറിയുമോ, ഇന്നേ വരെ നിങ്ങളല്ലാതെ ഒരു അന്യപുരുഷൻ എന്റെ മുഖം കണ്ടിട്ടില്ല. വളരെയധികം സൂക്ഷ്മതയോടുകൂടി, വളരെയധികം തത്വയോടുകൂടി, വളരെയധികം ആത്മാർത്ഥതയോടുകൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നെ വളർത്തി വലുതാക്കി ഈ നിലയിൽ നിങ്ങളുടെ കൈരങ്ങളിലേക്ക് തരികയാണ്. അതിനുശേഷം എന്റെ മുഖം നിങ്ങളല്ലാതെ മറ്റൊരുത്തനും കാണാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി വളരെ കഠിനമായ സ്വരത്തോടുകൂടി ആ പ്രിയപ്പെട്ട പെണ്ണ് ചെറുപ്പക്കാരനോട് പറയുമ്പോൾ ആ ചെറുപ്പക്കാരന് പറയുകയാണ്, മോളെ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, മുഖം മറച്ചുകൊണ്ടും നിനക്ക് അഭിനയിക്കാമല്ലോ, മുഖം മറച്ചുകൊണ്ടും നിനക്ക് അഭിനയിക്കാമല്ലോ എന്ന് ആ പ്രിയപ്പെട്ട പെണ്ണിനെ പറഞ്ഞ് പതിപ്പിച്ചുകൊണ്ട് അഭിനയത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നു, ഒന്ന് ചാനലിൽ, ഒന്ന് യൂട്യൂബിൽ, ഒന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് ക്ലിക്കായതിനു ശേഷം, ആളുകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നിന്നെ ഒഴിവാക്കാം. അത് തുടക്കമായതുകൊണ്ട് നീയും കൂടെ ഒന്ന് കൂടിത്തരണമെന്ന് ആ പ്രിയപ്പെട്ട പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറയും. അപ്പോൾ ആ പെണ്ണവിടുന്ന് പറയുന്നു, ഞാൻ കൂടിത്തരാം, പക്ഷേ നാളെ അള്ളാന്റെ കോടതിയിൽ പിടിച്ചു നിർത്തുമ്പോൾ, അള്ളാന്റെ സവിധത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവരുമ്പോൾ, എന്തിനാണ് പെണ്ണെ അന്യപുരുഷന്റെ മുന്നിലേക്ക് നിന്റെ മുഖങ്ങൾ നീ തുറന്നിട്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം മിക്ക എന്ന് ആ പ്രിയപ്പെട്ട പെണ്ണ് ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഒരു 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോകളൊന്ന് ക്ലിക്കായതിനു ശേഷം, ആളുകളൊന്ന് കാണുന്നതായ വ്യൂസുകളൊന്ന് വർദ്ധിച്ചതിന് ശേഷം അല്ലാഹുവിലേക്ക് നമുക്ക് തൗബ ചെയ്യാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ പെണ്ണിന്റെ മനസ്സിനെ അവിടുന്ന് കവരുകയാണ്. അവസാനം ഒരു വീഡിയോ ഇടുന്നു. ആദ്യത്തെ വീഡിയോ തന്നെ 10,000 ആളുകൾ കാണുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ പെണ്ണിനും ചെറുക്കനും വല്ലാത്ത ആവേശം വന്നു. ആദ്യം വീഡിയോ ഇടുന്നതിനൊക്കെ പറഞ്ഞ പെണ്ണ. അപ്പൊ ആളുകൾ കാണുകയും അതിന്റെ കമന്റ് അയക്കുകയും അതും ഇതെല്ലാം കണ്ടപ്പോൾ പെണ്ണ് എന്ത് ചെയ്തു, അടുത്ത വീഡിയോ ഇടാനുള്ളതായ വല്ലാത്തൊരു ആവേശം കടന്നു വന്നു. ഇത് ആർക്കും വല്ലാത്ത ആവേശമായി, ചെറുപ്പക്കാരനും വല്ലാത്ത ആവേശമായി. കാരണം എന്ന് പറഞ്ഞാൽ കമന്റിൽ കടന്നു വരുന്നത് പെണ്ണിന്റെ അങ്കലാവണ്യങ്ങളെ കുറിച്ചാണ്. എന്തൊരു ചിരിയാണ്, എന്തൊരു ക്യൂട്ടാണ്, എന്തൊരു കവിളാണ്, എന്തൊരു നുണക്കുഴിയാണ്, എന്തൊരു സൗന്ദര്യമാണ് എന്നൊക്കെ ഈ പെണ്ണിന്റെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് പെണ്ണുമൊന്നും ആഗ്രഹിച്ചു പോകും അടുത്ത ഒരു വീഡിയോ കൂടെ ഇടാൻ. അങ്ങനെ വീഡിയോകൾ ഇടുകയാണ്, ഒരുപാട് റീച്ചുകൾ കയറുകയാണ്. അങ്ങനെ യൂട്യൂബിൽ നിന്നും വരുമാനത്തിന്റെ കുത്തൊഴുക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോ കൃത്യമായി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും നിസ്കാരം വൈകിപ്പിക്കുകയാണ്, നിസ്കാരം പിന്തിപ്പിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ആ ഒരു ക്രിയേറ്റീവ് സിസ്റ്റം വല്ലാത്ത രൂപത്തിലുള്ളതായ അതിപ്രസരണം നടത്തുകയാണ്. അങ്ങനെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വർഷങ്ങൾ അങ്ങനെ കടന്നുപോയപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഭാര്യ മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുന്നു, സലാം പറയുന്നു. ഭാര്യ സലാം മടക്കുന്നത് തന്നെ മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെയാണ് സലാം മടക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഈ മൊബൈല് ഈ ചെറുപ്പക്കാരിയുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഈ ചെറുപ്പക്കാരുടെ മനോമുഖരത്തിനെ കവർന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിനോട് പറഞ്ഞു, മോളെ, ഒരുപാട് വർഷമായില്ലേ, കിട്ടേണ്ട പൈസയൊക്കെ നമുക്ക് കിട്ടി, അൽഹംദുലില്ലാഹ്, ഇനി നമുക്കത് നിർത്താം എന്ന് ഈ പെണ്ണിനോട് പറഞ്ഞപ്പോൾ പെണ്ണ് വല്ലാത്ത രൂക്ഷതയോടുകൂടിയുള്ള, വല്ലാത്ത പേടിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ നോട്ടം ചെറുപ്പക്കാരനിലേക്ക് നോക്കുകയാണ്. അവൻ പേടിച്ചു പോയി. കാരണം എന്ത് നിർത്താമെന്നോ? ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും ബുദ്ധിമുട്ടി, ഇത്രയും ചിലവഴിച്ചിട്ട് ഇത്രയും വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്, ഇനി പെട്ടെന്ന് നിർത്താനെന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ആ പെണ്ണ് ഇരുന്ന സോഫയിൽ നിന്നും എഴുന്നേറ്റ്
എഴുന്നേറ്റ് പോവുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവൻ ചിന്തിച്ചു പോയി, അല്ലാഹ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുഖം ആളുകളിലേക്ക് കാണിക്കണ്ട എന്ന് പറഞ്ഞ പെണ്ണാണോ ഇതെന്ന് പോലും ചിന്തിച്ചു പോയി. അത്രത്തോളം ഭാവമാറ്റം ആ പെണ്ണിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ ഖൽബാണല്ലോ. ഖൽബെന്ന് പറഞ്ഞാൽ തന്നെ മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു ചിന്ത വന്നാൽ അതിലായിരിക്കും, അതിനിടയിൽ വേറൊരു ചിന്ത വന്നാൽ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഖൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഖൽബിന്റെ സിഖത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടക്കാത്ത ഒരു ദുആയാണ് അല്ലാഹുമ്മ സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഖൽബ് എനിക്ക് തരണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുടങ്ങാതെ എല്ലാ ദിവസവും ദുആയിരക്കുമായിരുന്നുവെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ നമ്മുടെ മനസ്സുകൾ മറിഞ്ഞു പോകുന്ന, ഭാര്യമാരുടെ മുഖം കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സമകാലികത്തിൽ തലപൊക്കുമ്പോൾ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലിടയിൽ ഒരുപാട് കടമകളുണ്ട്. അവര് ചെയ്തു വീട്ടേണ്ടതായ കടമകൾ ഒരുപാടുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒരുപാട് കടമകളുണ്ട്. അതിൽ ഒന്നാമതാണ് തവാസൂ ബിൽ ബിർരി വത്തഖ്വ. തഖ്വ കൊണ്ടും നന്മ കൊണ്ടുമെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യലാണ് ഒന്നാമത്തെ കാര്യമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. തഖ്വ ഉണ്ടായിരിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്വയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യണം. അല്ലാഹുവിനെ പേടിക്കണം. ഏത് കാര്യങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചിട്ടല്ലാതെ നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മുടെ സംസാരം, നാക്ക്, വാക്ക്, നോക്ക് ഇവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിനായിരിക്കണമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുന്ന ദമ്പതികൾ ഭൂമി ലോകത്തെ ഏറ്റവും നല്ലവരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി പഠിപ്പിക്കുന്നു, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. പ്രത്യേകമായും ചെറുപ്പക്കാരന്മാരോടാണ് പറയുന്നത്. ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. നിന്റെ ശരീരം മാത്രമല്ലടാ നരകത്തിൽ നിന്ന് നീ രക്ഷിക്കേണ്ടത്. നിന്റെ അഹ്ലിന്റെ ശരീരം, നിന്റെ ഭാര്യമാരുടെ ശരീരം, നിന്റെ മക്കളുടെ ശരീരം, നിന്റെ മാതാപിതാക്കളുടെ ശരീരം, നീ ചെലവ് കൊടുക്കുന്നവരുടെ ശരീരമെല്ലാം നീ നരകത്തിൽ വീഴുന്നതിനെ തൊട്ട് സംരക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതെങ്ങനെയാ മക്കളെ നരകത്തിൽ വീഴുന്നതിനെ തൊട്ട് വാപ്പ സംരക്ഷിക്കാൻ പറ്റുന്നത്? മാതാപിതാക്കൾ നരകത്തിൽ വീഴുന്നതിനെ തൊട്ട് എങ്ങനെയാ ഈ ചെറുപ്പക്കാരനെ സംരക്ഷിക്കാൻ പറ്റുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമാകുന്ന ആയത്തിന് അടിവരയിട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുകയാണ്. നിന്റെ ചെലവിൽ കഴിയുന്ന നിന്റെ പ്രിയപ്പെട്ട പെണ്ണിന് ഹലാലല്ലാത്ത ഒരു ഭക്ഷണം നീ കൊടുക്കാൻ പാടില്ല. നീ കൊണ്ടുവരുന്ന കയ്യിലുള്ള പൊതിയും കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഹലാലല്ലാത്തൊരു ഭക്ഷണം നീ കൊടുക്കാൻ പാടില്ല. നിന്റെ ചെലവിൽ കഴിയുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഹലാലായ വരുമാനത്തിലല്ലാതെ ചിലവഴിച്ച ഒരു വസ്തുവോ ഒരു ഭക്ഷണ പദാർത്ഥമോ അവർക്ക് നീ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. നീ ആരെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് നിന്റേതായ വരുമാന മാർഗം നീ കണ്ടെത്തുന്നതെങ്കിൽ നീ കണ്ടെത്തിയതായ വരുമാനത്തിന്റെ ചിലവ് ഈ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കൊടുക്കുന്നില്ലേ? ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നീ കൊടുക്കുന്നില്ലേ? ഈ പ്രിയപ്പെട്ട ഭാര്യക്ക് നീ കൊടുക്കുന്നില്ലേ? അങ്ങനെ ഹറാം തിന്നവരായി നരകത്തിലേക്ക് അവരും വീഴുകയാണ്. അതുകൊണ്ട് നീ തന്നെയാണ് അവരെ നരകത്തിൽ നിന്നും രക്ഷിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം നാം കൽപ്പിക്കണം. ഒന്നാമത് നിസ്കാരം കൊണ്ട് സ്വന്തം കുടുംബത്തിനെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനും ഹബീബായ പ്രവാചകന്റെ ഹദീസും നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ വിളിച്ചിട്ട് പറയുന്നു, നിസ്കാരം നിങ്ങൾ മുടക്കാൻ പാടില്ല. ചില സാഹചര്യങ്ങൾ ഒഴിവാക്കി പിന്നെ നിസ്കാരം നിങ്ങൾ മുടക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കരിക്കാത്തവരെ കുറിച്ച്
നിസ്കരിക്കാത്ത ആളുടെ ആ വല്ലാത്ത ഒരു ഐശ്വര്യക്കേടിനെ കുറിച്ച് ഒരു ചെറിയ ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് മേഖലകളിൽ കൈകാര്യം ചെയ്യുന്ന, ഒരുപാട് നാടുകളിലൂടെ കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാട്ടിലൂടെ അങ്ങ് കടന്നു പോകുന്ന സന്ദർഭത്തിൽ വല്ലാത്ത സമൃദ്ധി കളിയാടുന്ന ഒരു നാട് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുകയാണ്. സാമ്പത്തികമാകുന്ന അഭിവൃദ്ധിയുണ്ട്, നല്ല ഉന്നമനങ്ങളുണ്ട്, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകുന്ന ആളുകളുണ്ട്, നല്ല അരുവികളുണ്ട്, വിഭവസമൃദ്ധമാകുന്ന ആഹാരങ്ങളുണ്ട്. അങ്ങനെ സമൃദ്ധി കളിയാടുന്ന നല്ല ഒരു നാട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യാത്രാമധ്യയിൽ അദ്ദേഹം കാണുകയാണ്. ആ സന്തോഷത്തിന്റെ കാഴ്ച കണ്ടതിന്റെ പേരിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് അൽഹംദുലില്ലാഹ് എന്ന ശുക്രിന്റെ ഹംദിന്റെ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ നിന്നും യാത്രയാവുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ നാട്ടിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചപ്പോൾ മുമ്പ് കണ്ടിരുന്നതായ ഐശ്വര്യം ഇപ്പോൾ ആ നാട്ടിലില്ല. മുമ്പ് കണ്ടിരുന്നതായ സമൃദ്ധി ഇപ്പോൾ ആ നാട്ടിലില്ല. മുമ്പ് കണ്ടിരുന്നതായ ആ സമൃദ്ധിയുടെ ഏറ്റവും വലിയ ഐശ്വര്യം ഈ നാട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അരുവികളും തടാകങ്ങളും എല്ലാം പറ്റുപറഞ്ഞിരിക്കുന്നു. അവിടെ ആ നാട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രൂപത്തിലാണ് 2 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ കാണാൻ സാധിച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് അല്ലാഹുവിലേക്ക് ദുആയിരുന്നപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്. നിസ്കരിക്കാത്തതായ ഒരു വ്യക്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ നിസ്കാരം മുടക്കുന്ന ഒരു വ്യക്തി ആ നാട്ടിലൂടെ കടന്നുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന അരുവിയിൽ നിന്നും അല്പം ജലം പാനം ചെയ്തതിന്റെ പേരിലാണ് ആ നാട്ടിന് ഐശ്വര്യക്കേട് വന്നതെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു സംശയം വരും, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മാത്രമല്ലേ നിസ്കാരം നിർബന്ധമുള്ളൂ? അങ്ങനെയില്ല. മറ്റുള്ള പ്രവാചകന്മാർക്ക് ഓരോ വഖത്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ നിർബന്ധമാക്കപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട ഒരു നിസ്കാരം മുടക്കിയ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ അപലക്ഷണമാണ് ഒരു നാട് തന്നെ നശിച്ചു പോകാൻ കാരണമായത്. നിസ്കാരം മുടക്കിയ ഒരാൾ ഒരു നാട്ടിലൂടെ നടന്നുപോയി കുറച്ച് വെള്ളം കുടിച്ചു. നാട്ടിന്റെ സമൃദ്ധിയും നാട്ടിന്റെ ഐശ്വര്യവും നാട്ടിന്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരം ഏത് സാഹചര്യങ്ങൾ വന്നാലും നിസ്കാരം മുടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, പ്രത്യേകിച്ച് സഹോദരിമാര് വീട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇശാഇന് സുബ്ഹിയും മുഹറും അസ്റും മഗ്രിബും എല്ലാം കൂടെ ഇശാഇന് കലവും ചട്ടി എല്ലാം കഴുകി വെച്ചതിന് ശേഷം നിസ്കാരം 5 വഖത്തും കൂടെ ഒരു സമയത്ത് നിസ്കരിക്കുന്ന ഒരു സാഹചര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മോശമായ അവസ്ഥയെ തൊട്ട് നാം ഓരോരുത്തരെയും സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഭർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കുറച്ച് ഡിലേ ആക്കുന്നത്. മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഭർത്താവിന്റെ ഉമ്മയും അപ്പയും നോക്കണം, ഇതെല്ലാം സാഹചര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിസ്കാരം മുടക്കിയാലേ നമ്മൾ ചെയ്യുന്നതിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരില്ല, വെറും ഒരു വ്യായാമമായി മാറത്തേ ഉള്ളൂ. അതുകൊണ്ട് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് ഏതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ മുത്തായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അഫ്ളലുൽ ഇബാദാതി, ഏറ്റവും നല്ല ഇബാദത്ത് അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അത് തന്നെയാണ് പ്രിയമുള്ളവരെ ഏറ്റവും നല്ല ഇബാദത്തെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും കടമകൾ പറയുന്ന രംഗങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലും നമ്മൾ ഓർക്കേണ്ട ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹാന്റെ ചരിത്രം. നബിതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകിയ ഒരു ഭാര്യയാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. അവരുടെ ജീവിതം എത്രയോ മഹത്വമുള്ളതാണ്, എത്രയോ ഖൈറിലാണ് അവരുടെ ജീവിതം. കാരണം എന്തെന്നറിയുമോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറ എന്ന് പറയുന്ന ഗുഹയിലേക്ക് കടന്നുപോയി. അല്ലാഹു എന്ന് പറയുന്ന ഏക ഇലാഹിലേക്ക് മുഴുവൻ സമയവും ഇങ്ങനെ ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ നബി തങ്ങൾക്ക് നുബൂവത്ത് കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ഖുർആനിന്റെ ഏറ്റവും വലിയ മഹത്വമുള്ള വാക്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകിയിട്ട് ആകാശത്തിലേക്ക് കടന്നുപോയ ഒരു ദിവസമുണ്ട്. പ്രിയമുള്ളവരെ, ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉഗ്രരൂപം കണ്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത പരിഭ്രമം കടന്നു വരികയാണ്. അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് ഹിറ എന്ന് പറയുന്ന മലയുടെ മുകളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാന്റെ അടുക്കലേക്ക് ഓടി കിതച്ചു കൊണ്ടുവന്ന് പറയുകയാണ്, സമ്മിലൂനി സമ്മിലൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ഖദീജ, എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട് ഖദീജ. ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ മുന്നിലേക്ക് വിറച്ചു വരുന്ന ഒരു കുഞ്ഞിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഖദീജ അതാ പെട്ടെന്ന് പുതപ്പിട്ടുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ മൂടിയിട്ട് അവിടുന്ന് ഒരു കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളല്ലേ, നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളല്ലേ, വൃദ്ധകരെയും അതുപോലെ തന്നെ ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ആളല്ലേ, യതീമീങ്ങളെ സഹായിക്കുന്ന ആളല്ലേ, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളല്ലേ, അതാ പട്ടിണി അനുഭവിച്ചുകൊണ്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളല്ലേ. ഇങ്ങനെയെല്ലാം നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഹബീബായ പ്രവാചകന്റെ മനോമുഖരങ്ങളിൽ സമാധാനം വിതച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹാ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മളാണെങ്കിലോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരിൽ ചില ആളുകളെങ്കിലും ഉണ്ട് എന്തെങ്കിലും ഒരു ബിസിനസിന്റെ തകർച്ചയിലൂടെ പ്രിയപ്പെട്ട പിതാവ്, പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖമൊന്ന് വാടിയിരിക്കുന്നത് കാണാം. വല്ലാത്ത ടെൻഷൻ അടിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോ അവരെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഭാര്യമാരാണോ നമ്മൾ? അവരെ പരിഹസിക്കുന്നതായ ഭാര്യമാരാണോ നമ്മൾ? അവര് വിഷമിച്ച് വല്ലാതെ സാമ്പത്തികമാകുന്ന പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ രാവിലെ നടന്നതും ഇന്നലെ നടന്നതുമായ ഒരുപാട് പ്രശ്നത്തിന്റെ ഭാണ്ഡങ്ങൾ അഴിച്ചു വെക്കുന്ന ഭാര്യമാരാണോ നമ്മൾ? നമ്മൾ തിരുത്തേണ്ടതുണ്ട്, നമ്മുടെ സ്വഭാവം മാറേണ്ടതുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോട് കാണിച്ച ഏറ്റവും നല്ല സമീപനം നമുക്ക് മാതൃകയാക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ശബ്ദം ശ്രവിക്കുന്ന ആളുകളെ, ഭാര്യമാർക്ക് ഒരു വിചാരം, അതായത് പൊതുവെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങളും അടുക്കള ജോലികളും മക്കളുടെ ആവശ്യങ്ങളും ഭർത്താവിന്റെ മാതാപിതാക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കിയാൽ ഭാര്യ എന്ന് പറയുന്ന ആ പദവി വൃത്തിയായി അലങ്കരിച്ചു ഒരിക്കലും ശരിയല്ല. കാരണം ഭർത്താവ് ഒരു ഭാര്യയിൽ നിന്നും കൊതിക്കുന്നത്, ഒന്നാമതായി ഏത് ഭർത്താവാണെങ്കിലും ഒരു ഭാര്യയിൽ നിന്നും കൊതിക്കുന്നത് ഒന്നാമത് ശാരീരികമാകുന്ന ലൈംഗികതയാണ്. അതിനെ കോട്ടം വരുത്തിക്കൊണ്ടായിരിക്കും ചില സ്ത്രീകളെങ്കിലും ചില ഭാര്യമാരെങ്കിലും ജീവിക്കുന്നത്. കാരണം ഒഴിവ് സമയങ്ങളിൽ പോലും ഇവന്റെ അടുത്തുനിന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ജോലിയിലായിരിക്കും പ്രിയപ്പെട്ട സഹോദരിമാർ. ഭർത്താവ് റൂമിലോട്ട് വരുമ്പോൾ തന്നെ ഇച്ചിരി വെള്ളം കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് ബാക്കിയുള്ള ജോലികളും അതെല്ലാം കഴിഞ്ഞ അവസാനം 10 വരും. അപ്പോൾ ഭർത്താവ് ഉറങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സാഹചര്യം അത് വല്ലാത്ത മോശതയിലേക്ക് കടന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ശാരീരികമാകുന്ന ആവശ്യങ്ങൾ നിറവേറ്റാതെ വരുമ്പോഴാണ് പരസ്ത്രീ ബന്ധത്തിലേക്ക് ഭർത്താവ് ഇങ്ങനെ നടന്നെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കേട്ടതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ ജീവിക്കാനും പറയുവാനും പഠിക്കുവാനും പകരാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.